ഈ അർജുൻ എന്ന് പറയുന്ന കുട്ടി ആ ട്രക്ക് മറിഞ്ഞ വഴിക്ക് തന്നെ അതിൻ്റെ ക്യാബിൽ നിന്ന് പുറത്തു പോയി ഒഴുകി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ പോകുന്ന വ്യക്തിയെ പോലും ട്രേസ് ചെയ്യാനാണ് ഈ ഹെലികോപ്റ്ററും ഡ്രോൺസും ഇതിൻ്റെ ചുറ്റും കിടത്തി പറപ്പിച്ചതിന് എവിടെയെങ്കിലും കിട്ടും ജീവനോടുള്ള സമയം. അപ്പോൾ ഇതൊന്നും അവിടെ കണ്ടിട്ടില്ല. ആ 2-3 ദിവസം 4 പോലീസുകാരും കുറച്ച് വണ്ടികളൊക്കെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു എക്യുപ്മെൻറ്റും ഞാൻ കണ്ടില്ല. നിങ്ങൾ ആ അർജുൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് നോക്കൂ. അപ്പം അറിയാം ആ കരച്ചിലിൻ്റെ, അമ്മയുടെ കരച്ചിലിൻ്റെ വേദന എത്രയാണ്. ഹെലികോപ്റ്റർ വന്നു, ഡ്രോൺസ് വന്നു, ട്രേസേഴ്സ് വന്നു, GPS സിസ്റ്റം വന്നു, ഡെപ്ത് മെഷർമെൻറ്റ് സിസ്റ്റം വരുന്നു. ഇതൊക്കെ നിങ്ങൾ ഈ 10 ദിവസം മുന്നേ എന്തേ കൊണ്ടുവരാൻ? അപ്പോൾ ഇത്രയും മഴ പെയ്തിട്ട് ഇതിൻ്റെ വേസ്റ്റ് ആവുന്നവരേക്കും നിങ്ങൾ കാത്തിരുന്നില്ലേ? ദാറ്റ് മീൻസ് യു ആർ ഇൻഎഫിഷ്യൻസി. വെതർ എന്ന് പറയുന്നത് വളരെയധികം ഒരു എനിമിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ. ഇനി അവർ നോക്കുന്നത് നൈറ്റ് മോഡിൽ ഈ ഒരു സെർച്ച് നടത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതും കൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. അവർക്ക് മീഡിയയിൽ അവരുടെ ഫേസ് വരവും വേണം, എന്നാൽ അവർക്ക് വല്ലതും ചെയ്യാൻ പറ്റും. അതൊട്ടില്ലെങ്കിൽ ഈ പോകുന്നവനൊന്നും ഒരു വിവരമില്ല. പിന്നെ മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും കെൽപ്പില്ലാത്തവൻ അപ്പം പറയും അത് SP വരട്ടാണ്. SP എപ്പോഴും അതെനിക്കറിയില്ല. ഇപ്പോഴാണ് അവിടെ പ്രൊഫഷണലായിട്ട് സ്കൂബ ഡൈവേഴ്സ് ഒരു സൈഡിൽ വെയിറ്റ് ചെയ്യാം. ഇന്ദ്രപാലിൻ്റെ ടീമിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കാൻ ഇവർക്കെടുത്ത് വെള്ളത്തിൽ ചാടാം. അപ്പോൾ ഇതെല്ലാം കോമ്പിനേഷനാണ്. പാലക്കാട് ആ മലയുടെ മുകളിൽ കുടുങ്ങിയിരുന്ന ഒരു പയ്യൻ കുടുങ്ങിയിരുന്ന സമയത്ത് ഞാനിവിടെ ഒച്ചയിട്ട് പറഞ്ഞാണ് വേർ ഇസ് യുവർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഞാൻ അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും എൻ്റെ രാഷ്ട്രമാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡും അതുപോലെ ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ്. കാരണം ഇൻ്റർവ്യൂ എടുക്കണം എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആക്ടർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അതിലുപരി എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ മേജറായിരുന്ന മേജർ രവി സാറാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. കാണ്ഡഹാർ, കുരുക്ഷേത്ര, കീർത്തിചക്ര ഇതിനൊക്കെ ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം മേജർ രവി തിരിച്ചു വന്നിരിക്കുകയാണ് പുതിയൊരു സിനിമയുമായിട്ട്, ഓപ്പറേഷൻ രാഹത്ത്. എന്താണ് അതിൻ്റെ വിശേഷം? ഇത് പലപ്പോഴും നമ്മൾ വിചാരിക്കും അല്ല ഇതൊന്ന് മാറ്റി പിടിക്കാം, ഇതൊന്ന് അങ്ങോട്ട് പിടിക്കാം, അങ്ങോട്ട് പിടിക്കാം. പിന്നെ നമ്മുടെ പിറകിൽ ചേസ് ചെയ്ത് വരുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന യാഡ് സ്റ്റിക്കുകളാണ്. അപ്പോൾ അത് കീർത്തിചക്ര, അത് മിഷൻ 90 ഡേയ്സ്, കുരുക്ഷേത്ര, കാന്താർ, പിക്കറ്റ് 43, ഇങ്ങനെ 1971 എല്ലാ ഒരു ആർമി ബാക്ക്ഗ്രൗണ്ടും അതിന് എൻഡ് ഓഫ് ദ ഡേ ആ ഒരു പെട്രിയോട്ടിക് ഫീലിംഗ് ഒക്കെ വരുന്നൊരു പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളിൽ നിന്ന് ജനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മൾ അറിയാതെ എഴുതി പോകുന്ന സമയത്ത് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ 7 കൊല്ലത്തിന് ശേഷം ഇത് വേറൊരാൾ എഴുതിയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതിന് നമ്മൾ ഇരുന്ന് മോഡിഫൈ ചെയ്ത് നമ്മുടെ രീതിയിലുള്ള ആ പെട്രിയോട്ടിസം ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ആ പടത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ റാഹത്ത്. അത് ബേസിക്കലി 2015 നടന്നിരുന്ന ഓപ്പറേഷൻ റാഹത്തിൻ്റെ ആ ബേസ് പിടിച്ചിട്ടാണ് ഈ കഥ നമ്മൾ എഴുതിക്കുക. അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ചേരുവകളും റിയൽ ഇൻസിഡൻസിൻ്റെ കൂടെ ഫിക്ഷണലായിട്ടുള്ള ഇൻസിഡൻസും കൂടെ കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഇമോഷൻസും ഫീലിങ്സൊക്കെ വരുന്നത്. ആ ത്രില്ലും ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ഒരു വെടി കൊണ്ട് ഒരുത്തനെ കൊന്നു കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ പടത്തിനകത്ത് ചിലപ്പം 30 വെടിയും 30 ആളുകളും ആയിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു ത്രില്ലെന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ത്രൂ ഓപ്പറേഷൻ റാഹത്ത്. അതുപോലെ തന്നെ എല്ലാ സിനിമകളിലും പട്ടാളക്കാരൻ്റെ കഥകളാണ് പറയാറുള്ളത്. അപ്പോൾ പട്ടാളക്കാരുടെ കഥകൾ പണ്ട് തൊട്ട് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. അപ്പം മേജർ സാർ ഓൾറെഡി പട്ടാളം ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഫിലിമുകൾ കൊടുക്കുമ്പോൾ അതിനെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നുമുണ്ട്. അപ്പം പട്ടാളക്കാരുടെ ജീവിതം പലപ്പോഴും നോക്കിക്കാണുമ്പോൾ ദുരിതങ്ങളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയാതെയൊക്കെ നടക്കുന്ന ഒരുപാട് ആളുകളാണ് പട്ടാളക്കാരുടെ ജീവിതം, ലൈഫ് നോക്കുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും സ്റ്റിൽ അർജുൻ എന്ന് പറഞ്ഞൊരു മലയാളിക്ക് വേണ്ടി, മലയാളികൾ മാത്രമല്ല ഒരുപാട് ഇതുപോലെ കരസേനയിൽ നിന്നാണെങ്കിലും നാവികസേനയിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരുപാട് റെസ്ക്യൂ സിസ്റ്റംസ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് പോലും. അപ്പം സർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം 10 ദിവസമായി നമ്മളുടെ ആ കാത്തിരിപ്പ് ഇനിയും തുടരുകയാണ്. ഇതുവരെ സ്റ്റിൽ നമ്മൾ ആ കാത്തിരിപ്പിലാണ്. അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് ആക്ച്വലി? ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ, ഞാൻ മൊബൈൽ സൈലൻറ്റിലാക്കുന്നതിന് മുന്നേ ലാസ്റ്റ് കണ്ട മെസ്സേജ് എന്ന് പറയുന്നത് ജനറൽ ഇന്ദ്രപാലിൻ്റെ മെസ്സേജായിരുന്നു. അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സർ ഓപ്പറേഷൻ ഇന്നത്തത് സ്റ്റോപ്പ് ചെയ്തു, കാരണം വെതർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു, ഇതുവരയ്ക്കും ഒരു ട്രേസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെതർ എന്ന് പറയുന്നത് വളരെയധികം ഒരു എനിമിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ട്രേസും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അവർ നോക്കുന്നത് നൈറ്റ് മോഡിൽ ഈ ഒരു സെർച്ച് നടത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതും കൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. വൈ? ബിക്കോസ്
ഈ സംഭവങ്ങളൊക്കെ നമ്മൾ 10 ദിവസം മുന്നേ ഗവൺമെൻറ് ഒരു കോർഡിനേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വേസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാവരെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാമായിരുന്നു. അത് തിരിച്ചു കിട്ടിയില്ല. ബിക്കോസ് നമ്മൾ ഈ ഈഗോ പ്രോബ്ലം എന്ന് പറയുന്ന സമയത്താണ് പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. ഇതിപ്പോൾ കേരളത്തിലായിരുന്നുവെങ്കിൽ ഇത്രയും ഒരു 10 ദിവസം എന്നുള്ളത് ഇങ്ങനെ പോകുമായിരുന്നു സർ. ഇതിപ്പോൾ കേരളത്തിലാണ് ഈ സംഭവം, അല്ലെ മലയാളികൾക്കിടയ്ക്ക് ആയിരുന്നുവെങ്കിൽ ഇത് എവിടെയാണെങ്കിലും ഞാൻ പറയുന്നത് ഏത് കർണാടക ഗവൺമെൻറ് ആണെങ്കിലും ശരി, ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ, ചില പ്രശ്നങ്ങൾ ചില ഗവൺമെൻറ്റുകൾക്ക് ഈഗോ പ്രോബ്ലം എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, നമ്മൾ നോക്കാം. നമ്മൾ നോക്കുന്നത് ഒരു സാധാരണക്കാരായിട്ടുള്ള കുറച്ച് പോലീസുകാരെ പറഞ്ഞു വിട്ട് ആദ്യം പോയി, പിന്നെ ഒന്ന് DYSP പോയി, പിന്നെ SP പോയി, കളക്ടർ പോയി. വാട്ട്? ഇവരെ കൊണ്ട് മണ്ണ് മാന്താൻ പറ്റുമോ? ഇവർ തീരുമാനിക്കാൻ പറ്റുമോ? ഇതിനാദ്യമേ ഇങ്ങനെയുള്ളൊരു ഡിസാസ്റ്റർ, അതല്ലേ പറഞ്ഞു, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള വേർഡ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു സ്റ്റേറ്റിനും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം വേണം. അതിന് നിങ്ങൾ പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് നാളെ ഒരുത്തൻ്റെ ജീവൻ പോകാതിരിക്കാനുള്ള ഒരു റിസർവ് പൈസയായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. അവർക്ക് ശമ്പളം കൊടുത്ത് വയ്ക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടേതായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഇതുപോലുള്ള സംഭവം വരുന്ന സമയത്ത് അവരെ ആയിരിക്കണം ചീഫ് മിനിസ്റ്റർ ആദ്യം വിളിക്കേണ്ടത്. യെസ്, നൗ വാട്ട്? അപ്പോഴത്തേക്കും ഇവർക്ക് ഈ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ദർ ഷുഡ് ബി എ പേപ്പർ ടു ബി സബ്മിറ്റഡ് ടു ദ CM. CMനോട് പറയാം, സാർ ഇത് നമ്മുടെ കപ്പാസിറ്റിയിൽ നിൽക്കുന്നതല്ല, വി ഗോട്ട് ടു ഗെറ്റ് ദ സെൻട്രൽ ഫോഴ്സസ്. അതാര്? അത് ഹെലികോപ്റ്റർ ആയാലും ശരി, പട്ടാളമാണെങ്കിലും ശരി, നേവി ആണെങ്കിലും ശരി, എല്ലാം സെൻറ്ററിനോട് പറയേണ്ടത് വരുന്ന സമയത്ത് ഇവരത് പുട്ടപ്പ് ചെയ്യും. പക്ഷെ അതിന് എല്ലാ ഗവൺമെൻറ്റും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ. ഇന്നിപ്പോൾ കർണാടക ഗവൺമെൻറ് ഇന്ദ്രബാലൻ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഇന്ദ്രബാലൻ ഇന്നലെ പോകുമ്പോൾ തന്നെ ഞാൻ സംസാരിച്ചപ്പം ഇന്ദ്രബാലൻ പറഞ്ഞു, സാർ എനിക്ക് ഐ വിൽ നോട്ട് റിലൈ ഓൺ ദിസ് ഫോറിൻ എക്യുപ്മെൻറ്റ്സ്. എനിക്ക് എൻ്റെ ഇന്ത്യൻ എക്യുപ്മെൻറ്റിൽ വളരെയധികം ഇതുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ആ ട്രേസർ എന്ന് പറയുന്നത് അതിനെ ഡെപ്തിൽ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള റീഡറാണ്. അപ്പോൾ അതും എടുത്തുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയുന്നവർക്കറിയാം. പക്ഷെ അറിയാത്ത ഒരാൾ അവിടെ പോയി ചെന്ന് നിൽക്കുന്നു. ഏതെങ്കിലും മീഡിയക്കാർ നിങ്ങൾ പോകുമ്പോൾ അവരുടെ മേക്കിട്ട് കയറാൻ നിൽക്കുന്ന കുറച്ച് പോലീസുകാർ, അത് കഴിഞ്ഞ് അവരെ തള്ളി മാറ്റുന്നത്, അതല്ല വേണ്ടത്. അവിടെ അതിന് കേപ്പബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ പോകുന്ന സമയത്ത് ആദ്യമേ കോടം ചെയ്യും. കോടം ചെയ്തിട്ട് പറയും മീഡിയക്കാർ ഇതിനപ്പുറത്ത് വരണ്ട. ഇത് അവർക്ക് മീഡിയയിൽ അവരുടെ ഫേസ് വരവും വേണം, എന്നാൽ അവർക്ക് വല്ലതും ചെയ്യാൻ പറ്റും, അതൊട്ടില്ലേ. അപ്പോൾ അത് തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വിരോധാഭാസമാണ്. ഈ പോകുന്നവനൊന്നും ഒരു വിവരമില്ല. പിന്നെ മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും കെൽപ്പില്ലാത്തവൻ അപ്പോൾ പറയും അത് SP വരട്ടെ. SP എപ്പോഴും അതെനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നലെ TV കണ്ടത്. അതുപോലെ തന്നെ ഓരുടെ ഓണർ ചെല്ലുന്നത് അവൻ്റെ മേക്കിട്ട് കയറാൻ നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് യു ആർ ജസ്റ്റ് ഷോയിങ് യുവർ മസിൽ പവർ അറൗണ്ട്. അതേ മസിൽ പവർ എന്ന് പറയുന്നത് അത് നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് മറ്റേ ആൾ റിട്ടാലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മൂടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു എംപ്ലോയി എന്തായി എന്നുള്ള അറിയാതെ ആ ടെമ്പറിലാണ് ആ മനുഷ്യൻ പോകുന്നത്, ഓണർ ലോറിയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ മേക്കിട്ട് കയറാന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ടെമ്പർ മാറിക്കളയും. ചിലപ്പോൾ കയ്യാങ്കളിയാവും. കയ്യാങ്കളി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം പറയും യൂണിഫോം ഇട്ടവനെ തല്ലിയെന്ന് പറയും. യൂണിഫോം ഇട്ടവൻ തല്ലാനുള്ള ചാൻസ് കൊടുത്തിട്ടാണ് യൂണിഫോം ഇട്ടവനെ പല സിറ്റുവേഷനിലും തല്ലുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ആ ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഇൻസിഡന്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് ഭയങ്കര സ്ലോ ഡൗൺ ആയിരുന്നു ആക്ച്വലി. ഞാനത് പറയുന്നുണ്ട്. ബിക്കോസ് ആ 2-3 ദിവസം 4-5 പോലീസുകാരും കുറച്ച് വണ്ടികളൊക്കെ അവിടെ കറങ്ങുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു എക്യുപ്മെൻറ്റും ഞാൻ കണ്ടില്ല, ഒരു ഹെലികോപ്റ്റർ ഫ്ലൈയും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഡ്രോൺ പറപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ട്രേസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഈ അർജുൻ എന്ന് പറയുന്ന കുട്ടി ആ ട്രക്ക് മറിഞ്ഞ വഴിക്ക് തന്നെ അതിൻ്റെ ക്യാബിൽ നിന്ന് പുറത്തു പോയി ഒഴുകി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ പോകുന്ന വ്യക്തിയെ പോലും ട്രേസ് ചെയ്യാനാണ് ഈ ഹെലികോപ്റ്ററും ഡ്രോൺസും ഇതിൻ്റെ ചുറ്റും കിടത്തി പറപ്പിച്ചതിന് എവിടെയെങ്കിലും കിട്ടും ജീവനോടുള്ള സമയത്ത്. അപ്പോൾ ഇതൊന്നും അവിടെ കണ്ടിട്ടില്ല. റെസ്ക്യൂ സിസ്റ്റം ഇങ്ങനെ അല്ലെങ്കിൽ അതാണ് ഈ റെസ്ക്യൂ സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു റെസ്ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് പല ഘടകങ്ങളുമുണ്ട്. ഇതിനകത്ത് പല കോമ്പോണൻസും കൂടെ വരുമ്പോഴാണ് ഒരു റെസ്ക്യൂ മിഷൻ വന്ന് റെസ്ക്യൂ ആവുന്നതും സക്സസ്ഫുൾ ആവുന്നതും. അതല്ല നിങ്ങൾ കുറേ ഇത് പറപ്പിച്ചെന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് അവിടെ പ്രൊഫഷണലായിട്ട് സ്കൂബ ഡൈവേഴ്സ് ഒരു സൈഡിൽ വെയിറ്റ് ചെയ്യാണ്. ഇന്ദ്രപാലിൻ്റെ ടീമിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കെടുത്ത് വെള്ളത്തിൽ ചാടാം. അപ്പോൾ ഇതെല്ലാം കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഈ പെർമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഏജൻസി കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് വേണം ഈ ഏജൻസിക്ക് മുന്നോട്ട് പോകാൻ.
ഇവർ പോകുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങളോ ഇവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷനാണ് ഇവിടെ ആവശ്യം. അത് ഇപ്പോഴാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. എയർഫോഴ്സ് വന്നു, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വന്നു, ഡ്രോൺസ് വന്നു, ട്രേസേഴ്സ് വന്നു, GPS സിസ്റ്റം വന്നു, ഡെപ്ത് മെഷർമെൻറ്റ് സിസ്റ്റം വരുന്നു. ഇതൊക്കെ നിങ്ങൾ ഈ 10 ദിവസം മുന്നേ എന്തേ കൊണ്ടുവരാൻ? അപ്പോൾ ഇത്രയും മഴ പെയ്തിട്ട് ഇതിൻ്റെ ബേസ്റ്റ് ആവുന്നവരേക്ക് നിങ്ങൾ കാത്തിരുന്നില്ലേ? ദാറ്റ് മീൻസ് യു ആർ ഇൻഎഫിഷ്യൻസി. സാർ, അത് ഇന്ത്യയുടെ ഒരു ഇൻഎഫിഷ്യൻസി അല്ല ആക്ച്വലി വരുന്നത്. ഇന്ത്യ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയാം ഇന്ത്യയുടെ ഇൻഎഫിഷ്യൻസി. ഞാൻ പറയില്ല അത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് സെൻട്രലിൻ്റെ കയ്യിൽ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഈ സെൻറ്റർ അടുത്ത് ഞാൻ ചോദിക്കാതെ സെൻറ്റർ ഒന്നും തരില്ല. പട്ടാളത്തിന് ആവശ്യമുണ്ടത്. അതല്ല ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു. എല്ലാ സ്റ്റേറ്റുകളിലും ഒരു സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പട്ടാളക്കാരുടെ ഒരു യൂണിറ്റും അതിൻ്റെ സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സും ട്രിവാൻഡ്രത്തുണ്ട്, പാങ്ങോട്, ബാംഗ്ലൂരിലുണ്ട്, അത് ബാംഗ്ലൂരിലുണ്ട്, മദ്രാസിലുണ്ട്, ചെന്നൈയിലുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ ഇതുപോലെ ഒരു പട്ടാള ക്യാമ്പ് അവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സാധനം വരുന്ന സമയത്ത് അവർക്കൊരു റിക്വസ്റ്റ് പുട്ടപ്പ് ചെയ്യുന്നില്ല? അവർ പിന്നെ ഒഫീഷ്യൽ പെർമിഷൻ കാര്യങ്ങളും നോക്കും. അത് നടന്നു വരുമ്പോഴത്തേക്കും ഇത് സൈമൾട്ടേനിയസ് ആക്ഷനാണ് എടുക്കേണ്ടത്. ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം, ഹൈപ്പത്തറ്റിക്കായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഞാൻ NSGയിലിരുന്ന സമയത്ത് NSG ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ദിവസം ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സമയത്തുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം. NSG ഹെഡ് ക്വാർട്ടേഴ്സിൽ ഞാൻ ഡ്യൂട്ടിയിലിരിക്കുകയാണ്. ദാറ്റ് വാസ് ഓൺ 1991 May 19. ഈ 10 മണിക്ക് ഒരു കോൾ വരികയാണ്, രാജീവ് ഗാന്ധി അസാസിനേറ്റഡ്. ഈ കോൾ വന്നാൽ ഞാനെന്നുള്ള വ്യക്തി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്, അത് ഞാനല്ല, ഏത് ഡ്യൂട്ടി ഓഫീസർ ആണെങ്കിലും ചെയ്യുന്ന എന്താണ്, ഇദ്ദേഹം ടെലിഫോൺ എടുത്ത് ഹോട്ട് ലൈനിനകത്ത് കംപ്ലീറ്റ് സീനിയർ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ കമാൻഡന്റിനെ ആരാണെങ്കിൽ അറിയിച്ചു. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഓഫീസറിനെ അറിയിക്കുന്നു. ഈ സ്റ്റാഫ് ഓഫീസറിൻ്റെ പണിയാണ് ബാക്കിയുള്ള ആളുകളെ അറിയിക്കൽ, എൻ്റെ പണിയല്ല അത്. അപ്പോൾ ഞാനെന്ന വ്യക്തി ഞാൻ പിന്നീട് അത് റോ ആയിട്ട് ബന്ധപ്പെടുന്നു, റോയുടെ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് പുട്ടപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഏജൻസിയിൽ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പല വിങ്ങുകൾക്കും ഇൻഫർമേഷൻ സൈമിൾട്ടേനിയസ് പോകുന്നു. വിത്തിൻ 10 minutes NSGയുടെ അലർട്ട് ടീം അവിടെ നിന്ന് വണ്ടിയായിട്ട് എയർപോർട്ടിലേക്ക് ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് കടന്നു മാനേജറിൽ 10 മിനിറ്റിനകത്ത്. കാരണം എന്താ, ആ വണ്ടിയിൽ ഈ 50 പേരുടെയും തോക്കും കിറ്റും എല്ലാം ഏത് സമയത്തും അലർട്ട് ടീമിൻ്റെ ലോഡാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇവർ ഏത് ഡ്രസ്സിലാണെങ്കിലും ശരി, പൈജാമയിലാണെങ്കിലും ശരി, ബസ്സിനകത്ത് കയറിയിട്ടായിരിക്കും ഇവരുടെ കിറ്റൊന്നും എടുത്തിട്ട് ബ്ലാക്ക് ഡാങ്കരി എടുത്തിടുന്നത്. അപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കും, ഈ ഡാങ്കരിയും ആയിട്ട് അവർ സെറ്റ് എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും ഇവനാണ് ഫുൾ ഫ്ലെജ് വിത്ത് തോക്കായിട്ട് നിൽക്കിയായിരിക്കും. സോ ഇതൊക്കെ ഒരു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന സംഭവമാണ്. ഇതുപോലെ തന്നെയാണ് ഇതുപോലൊരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനെന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ പ്രശ്നം, ഞാനൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ എനിക്ക് ജോലിയുണ്ട്. നിങ്ങൾ ക്വാളിഫിക്കേഷൻ അല്ല ചെയ്യുന്നത്. ആ ക്വാളിഫിക്കേഷൻ പോലും ഇപ്പോൾ ചീറ്റ് ചെയ്തിട്ട് ആളുകളെ പിന്നിൽ കൂടെയും മുന്നിൽ കൂടെയൊക്കെ കയറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി വിൽ ഗോ ഫോർ എ 6 ഗവൺമെൻറ്. നിങ്ങളുടെ കൊടി പിടിക്കുന്ന ആൾക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ SLC പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു എന്തെങ്കിലും. ഇപ്പം നിങ്ങൾക്ക് SLC പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾ PSC പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. ആ സിസ്റ്റമായിപ്പോയി. കാരണം രാഷ്ട്രീയം അത്രയും തൊലച്ചിരിക്കുന്ന ഈ രാജ്യത്ത്. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഡിസ്കഷൻ മാത്രമായിട്ട് മാറും. ഇപ്പം ഈ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പാലക്കാട് ആ മലയുടെ മുകളിൽ കുടുങ്ങിയിരുന്ന ഒരു പയ്യൻ കുടുങ്ങിയിരുന്ന സമയത്ത് ഞാനിവിടെ ഒച്ചയിട്ട് പറഞ്ഞാണ്, വേർ ഇസ് യുവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതിന് മുന്നേ ഞാൻ പറഞ്ഞു, പുറ്റിങ്ങൽ ഫയർ അപകടം വന്ന സമയത്ത് പുറ്റിങ്ങൽ 100-100 ചില്ലാനും ആളുകൾ ആ പടക്കം ശാല പൊട്ടിയിട്ട് മരിച്ചുപോയി കൊല്ലത്തിനടുത്തുള്ള ഒരു അമ്പലത്തിൽ. അന്ന് ഞാൻ പറഞ്ഞു, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, മേക്ക് എ ടീം. അത് പിൻവാതിൽ നിയമനത്തിലൂടെ പാർട്ടിയുടെ മറ്റേ ആളാണ് മറിച്ച ആൾ അതെല്ലാം വേണ്ട, ക്വാളിഫൈഡ് ആയിട്ടുള്ള റിട്ടയർഡ് ആളുകളെ വിളിച്ച് അവിടെ ഇരുത്തിക്കൊണ്ട് ഡിസ്കഷൻ ചെയ്ത് ഒരു ടീം ഉണ്ടാക്കും. നമുക്ക് അങ്ങനെ ഒരു ടീം ഉണ്ടോന്നല്ല എനിക്കറിയില്ല. അതിന് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ആരെങ്കിലും പൊട്ടടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീമായിരിക്കണം. അതല്ലാതെ എല്ലാ ഹെഡും നിങ്ങൾ കവർ ചെയ്യും. പക്ഷെ അതിനകത്ത് കയറ്റേണ്ട ആൾക്കാരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ആ ക്വാളിഫൈഡ് അല്ലാതെ ഇപ്പം കേരളത്തിൽ ഇങ്ങനെ നമ്മുടെ മരിച്ചുപോയിട്ടുള്ള സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഹോം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അന്ന് എന്നെ ആരും സ്റ്റാമ്പ് ചെയ്തിട്ടില്ല BJP-കാരെന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് വർഗീയവാദി എന്നത്, അതൊന്നും സ്റ്റാമ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ദേശസ്നേഹിയാണ്. BJP അഭാവം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, എല്ലാം ഉണ്ട്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്നെ വിളിച്ചിട്ടാണ് ഇവിടെയുള്ള കമാൻഡ് ഓഫ് ഫോഴ്സ് നമ്മൾ റേസ് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് കൊച്ചിയിൽ നിന്ന് ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് ഹോട്ടൽ അക്കോമഡേഷൻ ഗവൺമെൻറ് തരുമായിരുന്നു.
എന്നാലും ഞാൻ അവിടെ പോയിട്ട് ഇവരെ കമാൻഡോസിനെ ട്രെയിൻ ചെയ്യായിരുന്നു. അതിലുള്ളതാണ് അജിത് എന്നൊക്കെ പറയുന്ന ഇപ്പം DYSP എന്തൊക്കെ ആയിട്ടുണ്ട്. കുറേ പോലീസുകാർ അന്ന് എൻ്റെ കൂടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ NSTയുടെ ട്രെയിനിങ് പോലെ തന്നെ ഇവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. അതെൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അതിൽ ഈഗോ ഇല്ലാതെ ബാലകൃഷ്ണേട്ടൻ എന്നെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചു. അത് അല്ലാതെ ഇവൻ BJP കാരനാണ്, ഇവനെ എനിക്ക് വേണ്ട. നോ, നീ BJP എന്തോ ആയിക്കോ, എൻ്റെ ഗവൺമെൻറ്റിനും എൻ്റെ സ്റ്റാഫിനും ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഫ്രീ ആയിട്ട് സർവീസ് തരുന്നെങ്കിൽ യൂസ് ഇറ്റ്. അതില്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ട എന്താണ്, പാർട്ടി എന്നുള്ളൊരു സിസ്റ്റത്തിലാണ് ഇപ്പം പോകുന്നത്. അത് ഏത് ഗവൺമെൻറ് ആയാലും അവരോടുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. റിക്വസ്റ്റ് ഇല്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ ആരും കരയുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ ആ അർജുൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് നോക്കൂ. അപ്പം അറിയാം ആ കരച്ചിലിൻ്റെ, അമ്മയുടെ കരച്ചിലിൻ്റെ വേദന എത്രയാണ്, അച്ഛൻ്റെ എത്രയാണെന്നുള്ളത്, അവന് വേണ്ടപ്പെട്ടവരുടെ വേദന എന്താണെന്നുള്ളത്. അവനെ കാണാതായിട്ട് ഇത്രയും ദിവസമായി, ജീവനോടുണ്ടോ എൻ്റെ കുട്ടി അർജുൻ രക്ഷപ്പെടാനുള്ളൊരു ഹോപ്പിനി ആൾ. ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന വലിയൊരു സംഭവമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മഞ്ഞ് മല ഇടിഞ്ഞ് ഒരു ജവാൻ 35-40 അടി, 65 അടിയാണെന്നാണ് തോന്നുന്നത്, 40 അടി മഞ്ഞ് മുകളിൽ വന്നിട്ട് 6 ദിവസം തിരഞ്ഞെടുത്തിട്ട് കുഴിച്ച് കൊണ്ടുപോയിട്ട് 6-ാം ദിവസം ഈ മനുഷ്യനെ പുറത്തേക്കെടുത്തു, ഹനുമന്തപ്പ. ആ സമയത്ത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ -100, 135 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു മനുഷ്യൻ 6 ദിവസം ജീവിക്കാമെങ്കിൽ, അതിനുശേഷം പിന്നീട് അദ്ദേഹം മരിച്ചുപോയി, അത് വേറെ കാര്യം. പക്ഷേ അപ്പം നമുക്കിപ്പോഴും ഹോപ്പ്, ഇതെന്തെങ്കിലും എവിടെയെങ്കിലും കൂടി കിടക്കുന്നുണ്ടോ? ഇതാണ് അർജുനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ആ ലോറിയിൽ നിന്ന് തെന്നിപ്പോയോ, പോയി എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് ഇനിയും ഹോപ്പ് തരുന്നതാണ്. ആൻഡ് വി ആർ ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ്സ് എന്ന് പറയും. ഹോപ്പ് ഇല്ലെങ്കിലും നമ്മൾ ഹോപ്പ് ഉണ്ടെന്നുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ പറ്റും. അർജുൻ്റെ ജീവന് ഞങ്ങൾക്കൊരു ഹോപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണെങ്കിലും ഈ ഒരു സിസ്റ്റത്തോടുള്ള ഒരു ഹോപ്പ് പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം സാർ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലാണ് ഇന്ന് നടക്കുന്നത്. അപ്പം മേജർ രവി സാർ ഓൾറെഡി ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ ചായ്വ് എപ്പോഴും സാർ കാണിച്ചിരുന്നു BJP. അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയ ചായ്വ് സാർ കാണിക്കാനുള്ളൊരു ഞാൻ അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും എൻ്റെ രാഷ്ട്രമാണ്. ഓക്കെ, എൻ്റെ രാഷ്ട്രീയത്തിൽ എൻ്റെ രാഷ്ട്രമാണ് എനിക്ക് വലുത്. ആ രാഷ്ട്രത്തിനകത്ത് ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇന്ന് ചില മുസ്ലിംസിൻ്റെ ഇടയിൽ പോലും 1% ആളുകൾ ഒരു വെളിവുമില്ലാതെ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതാ 1%. ബാക്കി 99 എൻ്റെ കൂടെയാണ്. അവരെന്നെ കാണുന്ന സമയത്ത് അച്ചിരിക്കുന്നത്. കാരണം 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് പുത്തൻകുരിശിരിക്കുന്ന എനിക്ക് ഒരാവശ്യമില്ല. കാലത്ത് ആ ഓഗസ്റ്റ് 16-ാം തീയതി ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പോയിരിക്കുന്ന UC കോളേജിൻ്റെ അവിടെ പോയി വണ്ടി ഇട്ടുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഞാനെടുത്ത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഒരു സ്ത്രീയും മോനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് തുഴഞ്ഞു അവിടെ എത്തിയപ്പോഴത്തേക്കും 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, സാറേ അവർ വേറൊരു വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. വി സ്റ്റാർട്ടഡ് റെസ്ക്യൂയിങ് പീപ്പിൾ ഫ്രം അതേഴ്സ്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ BJP കാരാണ്, നിങ്ങൾ ആരൊക്കെ ഉണ്ടടാ, SNDP അല്ലെങ്കിൽ SDPI അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ആരാണ് ഞാൻ ചോദിച്ചോ? അവിടെ നമ്മൾ രക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിലും രസം എന്താണെന്നറിയോ, അന്ന് രാത്രി രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിക്കലിരിക്കുന്ന സമയത്ത് ഞാൻ ആ പള്ളിയിലാണ് കിടന്നത്, ഏലുക്കരയിൽ. അവിടെ കിടക്കുമ്പോൾ തുണി മുഴുവൻ നനഞ്ഞ് ആകെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തുണി മാറ്റാൻ തന്നു. അവിടുത്തെ മുസ്ലിയാരുടെ വെള്ള മുണ്ടെടുത്തിട്ട് എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടീഷർട്ടും കിട്ടി. കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ആ ടീഷർട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ താഴ്ത്തുനിന്ന് വായിച്ചപ്പോൾ SDPI എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേർ മുഴുവൻ SDPI കാരാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ റെസ്ക്യൂ മിഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം നിങ്ങളായിട്ട് എന്തിനാണ് പറഞ്ഞുണ്ടാക്കുന്നത്? അപ്പോൾ അവന്മാരും ചിരിച്ച് ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇവരെ നോക്കി, എന്തോടാ അത്? അപ്പോൾ അവർ, സാറേ ഇതേ ഉള്ളൂ ഇവിടെ ഇട്ട്, ഞങ്ങളൊക്കെ SDPI കാരാണ്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള സംസാരം. എല്ലാറ്റിനകത്തും നല്ല ആളുകളും ഉണ്ട്, ചീത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഒരു ജാതിയെ അല്ലെങ്കിൽ മതത്തിനെ ഒറ്റക്കെട്ടായിട്ട് ഒന്നടക്കം കുറ്റം പറയുന്നത് തെറ്റ്. ഒരുത്തൻ തെറ്റ് ചെയ്താൽ അവൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ആ മതക്കാർ പോലും ചെയ്യണം. അല്ല സാർ, BJPനെ ഹോൾഡ് ചെയ്യുന്നത് ഇപ്പം ഇലക്ഷൻ്റെ സമയത്താണെങ്കിലും സുരേഷ് സാർ ഇപ്പം ആ സമയത്ത് പോലും ഇലക്ഷൻ്റെ പ്രചരണത്തിലൊക്കെ സാർ ഉണ്ടായിരുന്നു BJPയുടെ കൂടെ. അപ്പം അതാണ് ചോദിച്ചത്, രാഷ്ട്രീയത്തിലൊരു പെർട്ടിക്കുലർ BJPയിൽ ഞാനിപ്പോൾ എന്താണ്, കഴിഞ്ഞ വർഷം ഡിസംബർ 26-ാം തീയതി വരയ്ക്ക് ഞാൻ P. രാജീവിൻ്റെ സ്റ്റേജിൽ ഞാൻ പോയിട്ടുണ്ട് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട്. കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഷാഫി പറമ്പലിന് വേണ്ടിയിട്ട് പാലക്കാട് പോയിട്ടുണ്ട്. കാരണം അവനെൻ്റെ സുഹൃത്താണ്. ഞങ്ങളുടെ വീട്ടിൽ
കളിച്ച് വളർന്നിട്ടാണ് പട്ടാമ്പി കോളേജിൽ പഠിക്കുന്ന സമയത്ത്. എൻ്റെ സുഹൃത്താണ്. പി രാജീവ് എൻ്റെ സുഹൃത്താണ്. അതുപോലെ കോൺഗ്രസിൻ്റെ ഞാൻ മുല്ലപ്പള്ളി രാമചന്ദ്രേട്ടൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഈ സുധാകരൻ, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അപ്പം എനിക്ക് പോവാം അവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് പോകാൻ പറ്റില്ല. ഡിസംബർ 26-ന് ശേഷം ഞാൻ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റായി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേറൊരു പാർട്ടിയുടെ ആൾക്കാർക്ക് വേണ്ടി പോകാൻ പറ്റില്ല. അപ്പം ഞാൻ സെലിബ്രിറ്റി അല്ല, പാർട്ടിക്കാരനാണ്. മറ്റേ ഞാൻ സെലിബ്രിറ്റി ആയിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എനിക്ക് പോകാം. അവിടെ ഞാൻ സംസാരിക്കുന്നത് രാഷ്ട്രീയമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയം ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കില്ല. ഈ വ്യക്തി ഇതാണ്, പി രാജീവ് എന്ന് പറയുന്ന വ്യക്തി ഇതാണ്, ഇദ്ദേഹത്തെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങളുണ്ടാകും, ഇതാണ് ഞാൻ പ്രസംഗിക്കുക. അല്ലാതെ ഞാൻ പോയിട്ട് മാർക്സിസം പറയാനോ ലെനിനിസം പറയാനോ എന്നോട് പറ്റില്ല. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ആശയമായിരിക്കും അത്. പക്ഷെ ആ വ്യക്തി എനിക്കിഷ്ടമുണ്ട്. ഇതാണ് എൻ്റെ രാഷ്ട്രീയം. ഇപ്രാവശ്യം ഞാൻ സുരേഷ് ഗോപിക്ക് വേണ്ടി പോയി. കാരണം എനിക്കറിയാം ഞാനിവിടെ കുത്തിരുന്നിട്ട് ഞാൻ ഇദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ പരമാവധി ചെയ്യുമെന്നത്. കാരണം ഹോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ നേടിയെടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ പലയിടത്തും ചിലപ്പോൾ തോന്നും എന്തോ എവിടെയൊക്കെ പാളിക്കുന്നു. പക്ഷേ ഇവിടെ തൃശ്ശൂർ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് പോയി. സുരേഷ് ഗോപി എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ മിനിസ്റ്ററായിട്ട് പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ശല്യം ചെയ്യാറുമില്ല, ഒന്നുമില്ല. വല്ലപ്പോഴൊന്നും വിളിക്കും, വല്ലതും കണ്ടിട്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയും. വല്ലവരുടെയും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനതങ്ങ് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അല്ലാതെ ഞാനവിടെ ക്യാമ്പയിൻ ചെയ്തു, നിങ്ങൾ മന്ത്രിയായി, ഇനി എനിക്ക് വേണ്ടി ഇത് തരൂ, ഐ ആം നോട്ട് എ രാഷ്ട്രവാദി. ദെൻ ഐ ബിക്കം എ രാഷ്ട്രീയവാദി. ഞാൻ താങ്കളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, താങ്കൾ എനിക്ക് ഇത് താ, 2 പെട്രോൾ പമ്പ് താ, മറ്റേതാ, നോ, അത് മേജർ രവി ചെയ്യില്ല. അപ്പോൾ മേജർ രവി എന്നുള്ള വ്യക്തി ഇങ്ങനെയാണ്. മേജർ രവി സാറിന് ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ റൂളിംഗ് പൊസിഷൻ തരുവാണെങ്കിൽ ഏതൊരു രീതിയിൽ കേരളത്തെ കൊണ്ടുപോകാനാണ് സാർ ആഗ്രഹിക്കുന്നത്? കേരളത്തെ കൊണ്ടുപോകാൻ ഞാൻ ആദ്യം, ഇവിടെ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. ചോദിച്ചാൽ പൈസയില്ല, ഫണ്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ടൂർ അടിക്കാനും പിള്ളേരെയും കൊണ്ട് പേരക്കുട്ടികളെയും കൊണ്ടിട്ട് ലോകം മുഴുവൻ കറങ്ങാനും, എൻ്റെ മറ്റേ വേറെ എന്തെങ്കിലും എൻ്റെ അവിടെ ഒരു ചെറിയൊരു ചൊറിയുണ്ടെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് ചികിത്സിപ്പിക്കാനൊക്കെ പൈസ ഉണ്ടെന്ന്. നിങ്ങൾ ഈ പോകുന്ന സമയത്ത് ഈ ചൊറിക്ക് ചികിത്സിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ്സാണ് എടുത്തുകൊണ്ട് പോകുന്നത്. എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടേൺ ടിക്കറ്റ് 9 ലക്ഷം രൂപയാണ്. ഞാൻ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം എത്രയാണെന്ന്. ഇത് 10 പേര് പോയി കഴിഞ്ഞാൽ എത്രയായി? 1 കോടി രൂപ അങ്ങ് പോയില്ലേ? ഇത് ആരുടെയാണ്? താനും ഞാനും കൊടുക്കുന്ന പെട്രോൾ പമ്പിൽ അടിക്കുന്ന 32 രൂപ ടാക്സ്. നമ്മുടെ അടുത്ത് 32-37 രൂപ ടാക്സായിട്ട് വാങ്ങിക്കുന്നില്ല. ഏതൊരു സാധനത്തിലും വാങ്ങിക്കുന്നില്ല. എല്ലാം ഫുഡ് കഴിച്ചാൽ അവിടെ പോലും GST വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് ലീഗൽ അല്ലെങ്കിലും. അപ്പോൾ അതാദ്യം നിർത്തിക്കണം. ബിക്കോസ് നമ്മുടെ റിസോഴ്സ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ അടുത്തുള്ള റിസോഴ്സ് എന്താണ്? കേരളത്തിന് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഒരു റിസോഴ്സുണ്ട്, ടൂറിസം. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി തന്നിരിക്കുന്ന ഈ സ്ഥലത്തിന് ഇന്ന് എന്താണ് ടൂറിസം ഡെവലപ്മെൻറ്റ് പറയും? നിങ്ങൾ മൂന്നാറിൽ കുറച്ച് ഹോട്ടലുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറച്ച് ഉണ്ടായിരിക്കും. ഇവിടെ ഇത്രയും കിടക്കുന്ന കേരളത്തിന് ട്രിവാൻഡ്രം തൊട്ട് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന കടലോര പ്രദേശങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എത്ര ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ടെന്ന്? എന്തുകൊണ്ട് ഗോവ ഇതുപോലുള്ള ഇത്രയുള്ളൊരു സ്ഥലം ഗോവ, ആ ബീച്ചുകളെ വെച്ചിട്ട് കോടികളാണ് അവർ ടൂറിസത്തിൽ കൂടെ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? ഇവിടുത്തെ മലയോര പ്രദേശങ്ങളുണ്ട്, പുഴകളുണ്ട്, കാട്ടിലൂടെ ഒഴുകുന്ന പുഴകളുണ്ട്, വന്യമൃഗങ്ങളുടെ പ്രദേശങ്ങളുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരും. അവിടെയാണ് നമുക്ക് ഫോറിൻ ഫണ്ട് വരുന്നത്. കച്ചവടക്കാർക്ക് നിങ്ങൾ കള്ളുപിടിക്കാൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറിയിട്ട് കള്ളുപിടിക്കാം. നിങ്ങളൊരു ലൈസൻസ് കൊടുക്കുമ്പോൾ അതിന് നിങ്ങൾ 35 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് വാങ്ങിക്കുന്ന ഹോട്ടലിന് ഇല്ലേ? പിന്നെ അവർ ലിമിറ്റേഷൻ ചോദിക്കുക, 8 മണി കഴിഞ്ഞാൽ പറ്റില്ല, അല്ലെങ്കിൽ 9 മണി കഴിഞ്ഞാൽ പറ്റില്ല. അവർ കച്ചവടം നടത്തിക്കോട്ടെ. ഇത് കുടിച്ചിട്ടാണ് വെളിയിൽ ഇറങ്ങിയ ആൾക്കാർ റേപ്പ് ചെയ്യാൻ പോകുന്നത്?